ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ യൂണിറ്റ് 9 ആരോഗ്യം സമ്പത്ത് എന്ന പാഠഭാഗമാണ്. ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ആരോഗ്യം സമ്പത്ത് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഈ വീഡിയോയിൽ ഉണ്ട്. പാഠഭാഗത്ത് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. നോക്കൂ, ഈ ചിത്രത്തിൽ ആരുടെയൊക്കെ ചിത്രമാണ്? ഈച്ചയുടെയും കൊതുകിൻ്റെയും. ഈച്ച, കൊതുക് തുടങ്ങിയ ജീവികൾ രോഗം പരത്തുന്നവയാണ് കേട്ടോ. നമുക്കിനി പാഠഭാഗം വായിക്കാം. അയ്യോ, വിശന്നിട്ട് വയ്യ. കുറുമ്പൻ ഈച്ച അലറിക്കരഞ്ഞു. അലറിക്കരഞ്ഞത് ആരാണ്? ടീച്ചറോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അലറിക്കരഞ്ഞത് ആരാണ്? കുറുമ്പൻ ഈച്ച. അടുത്ത് വായിക്കാം. എൻ്റെ വിശപ്പ് മാറിക്കിട്ടി. കൊതിച്ചി കൊതുക് ആശ്വാസത്തോടെ പറഞ്ഞു. അതെങ്ങനെ? കുറുമ്പൻ ചോദിച്ചു. ദാ അവിടെ ഒരു ചെറുക്കൻ, ഞാൻ അവനെ കുത്തി. നല്ല രുചിയുള്ള ചോര. കൊതിച്ചി കൊതുക് ചിരിച്ചു. ടീച്ചർ ഉണ്ണി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കൊതിച്ചി കൊതുക് വിശപ്പ് മാറ്റിയത് എങ്ങനെ? അവിടെ ഇരുന്ന ഒരു ചെറുക്കനെ കുത്തി ചോര കുടിച്ചുകൊണ്ട്, അല്ലേ? അടുത്ത് നമുക്ക് വായിക്കാം. അയ്യോ, വിശക്കുന്നേ. കുറുമ്പൻ പിന്നെയും നിലവിളിച്ചു. അതാ ആ ചെറുക്കൻ, അവൻ ഭക്ഷണത്തിൻ്റെ മുന്നിലാണ്. നിനക്ക് എന്തെങ്കിലും കിട്ടാനിടയുണ്ട്. കൊതിച്ചി കുറുമ്പനെ സമാധാനിപ്പിച്ചു. കുറുമ്പനെ ഒരു ചോദ്യം ചോദിക്കാം. കുറുമ്പനെ സമാധാനിപ്പിച്ചത് ആരാണ്? കൊതിച്ചി കൊതുക്, അല്ലേ? ഒറ്റയ്ക്ക് പോകാൻ പേടിയാവുന്നു. നമ്മൾ രോഗങ്ങൾ പരത്തുന്നവരാണെന്ന് അവർക്കറിയാം. നീ എൻ്റെ കൂടെ വരുമോ? കുറുമ്പൻ ചോദിച്ചു. അയ്യോ, ഞാനില്ല. എനിക്ക് മുട്ടയിടാൻ നേരമായി. കൊതിച്ചി ഒഴിഞ്ഞു മാറി. മുട്ടയിടാനോ? എവിടെ? കുറുമ്പൻ ചോദിച്ചു. കെട്ടിക്കിടക്കുന്ന ജലം തേടി അലയണം, കൊതിച്ചി പറഞ്ഞു. അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം. കൊതുക് മുട്ടയിടുന്നത് എവിടെ? കെട്ടിക്കിടക്കുന്ന ജലത്തിൽ. അടുത്ത് വായിക്കാം. എന്നാൽ ഞാൻ പോയി എന്തെങ്കിലും തിന്നട്ടെ, നമുക്ക് പിന്നെ കാണാം. കുറുമ്പൻ ഭക്ഷണമേശയ്ക്ക് നേരെ പറന്നു. ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം. എങ്ങോട്ടാണ് കുറുമ്പൻ പറന്നു ചെന്നത്? ഭക്ഷണമേശയ്ക്ക് നേരെ, അല്ലേ? കൊതി കൊതിച്ച് കൊതിയനീച്ച പറന്നു വന്നു. പറന്നു വന്നു. ചേറിലും ചോറിലും മാറി മാറിയിരുന്നു. കൊതി കൊതിച്ചു കൊതുകൊരുത്തി പറന്നു വന്നു. പറന്നു വന്നു. സൂചി കുത്തി ചോരയൂറ്റി മൂളി മൂളി പറന്നു. ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചേറിലും ചോറിലും മാറി മാറിയിരുന്നത് ആരാണ്? ആരാണ്? കൊതിയനീച്ച, അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ പറയാം? കുറുമ്പനീച്ച എന്നും പറയാം. അടുത്തൊരു ചോദ്യം ചോദിക്കാം. സൂചി കുത്തി ചോരയൂറ്റി മൂളി മൂളി പറന്നത് ആരാണ്? കൊതിച്ചി കൊതുക്. പാഠഭാഗത്ത് തന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കൂ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കഥ വായിച്ചല്ലോ. കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കൊതിച്ചി കൊതുക്, പിന്നെ കുറുമ്പനീച്ച, പിന്നെ ആരാ? ഒരു ചെറുക്കനുണ്ടല്ലോ, സിദ്ധു എന്ന ഒരു പയ്യനും മുത്തശ്ശിയും ഈ കഥയിലെ കഥാപാത്രങ്ങളായിട്ടുണ്ട്. പാഠഭാഗം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അടുത്ത് നോക്കൂ, രണ്ടാമത്തെ ചോദ്യം. ഭക്ഷണം തേടിപ്പോയ കുറുമ്പനീച്ചയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? തുടർന്ന് പാഠഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അടുത്ത പേജ് വായിക്കാം. നോക്കൂ, ഭക്ഷണ മേശയ്ക്കരികിലിരിക്കുന്ന ചെറുക്കനല്ലേ നമ്മുടെ കൊതിച്ചി കൊതുക് ചോര കുത്തി കുടിച്ച ചെറുക്കനാണിത്. ഇവൻ്റെ പേരെന്തെന്നറിയാമോ? സിദ്ധു. ആ സിദ്ധു ചെറുക്കൻ്റെ അടുത്ത് ആരാ നിൽക്കുന്നത്? ഈച്ചയല്ലേ? വായിക്കാം. ഊണ് കഴിക്കുന്ന സിദ്ധു. കുറുമ്പൻ ഈച്ച പറന്നു വരുന്നു. പാത്രത്തിന് ചുറ്റും പാറി നടക്കുന്നു. കുറുമ്പൻ ഈച്ച വിശക്കുന്നേ വിശക്കുന്നേ. സിദ്ധു അയ്യേ ഈച്ച. കുറുമ്പൻ പാത്രത്തിലിരിക്കാൻ ശ്രമിക്കുന്നു. സിദ്ധു ആട്ടിപ്പായിക്കുന്നു. ഈച്ച പിന്നെയും ചുറ്റിപ്പറക്കുന്നു. കുറുമ്പൻ ഈച്ച വിശക്കുന്നേ വിശക്കുന്നേ. അടുത്ത് വായിക്കാം. സിദ്ധു മുത്തശ്ശി ഓടിവാ, ഈച്ച എൻ്റെ പാത്രത്തിലിരിക്കുന്നു. മുത്തശ്ശി വരുന്നു. മുത്തശ്ശി ഈച്ചയെ ആട്ടിപ്പായിക്ക്. സിദ്ധു ഈച്ച പിന്നെയും വരുന്നു മുത്തശ്ശി.
മുത്തശ്ശിയും സിദ്ധുവും ചേർന്ന് ഈച്ചയെ തുരത്തുന്നു. മുത്തശ്ശി: ഈച്ചയെ ആട്ടിപ്പായിച്ചല്ലോ, ഇനി ഊണ് കഴിക്കാം. സിദ്ധു ഊണ് കഴിക്കുന്നു. അടുത്ത പേജ് നോക്കൂ. നാടകമാക്കാം. പാഠഭാഗം കൂട്ടുകാരൊത്ത് അഭിനയിക്കാം. അതിനായിട്ട് നിങ്ങൾ കുറുമ്പൻ ഈച്ചയുടെയും കൊതിച്ചി കൊതുകിൻ്റെയും മുത്തശ്ശിയുടെയും സിദ്ധുവിൻ്റെയും മുഖംമൂടികൾ തയ്യാറാക്കിയിട്ട് പാഠഭാഗത്ത് അവർ ചെയ്തതുപോലെ നിങ്ങൾ അഭിനയിച്ച് കാണിക്കണം. പറയുകയും വേണം. അടുത്ത പ്രവർത്തനം നോക്കൂ. പറഞ്ഞതാര്? വരച്ചു ചേർക്കാം. ഇവിടെ തന്നിട്ടുള്ള 4 വാക്യങ്ങളുണ്ടല്ലോ, അത് ആരാണ് പറഞ്ഞതെന്ന് കണ്ടെത്തി യോജിച്ച ചിത്രത്തിന് നേരെ വരച്ച് ചേർക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല രുചിയുള്ള ചോര, ഇതാരാ പറഞ്ഞത്? കൊതിച്ചി കൊതുക്. അപ്പോൾ വരച്ച് ചേർക്കൂ. അയ്യോ വിശക്കുന്നേ എന്നാരാ പറഞ്ഞത്? കുറുമ്പനീച്ച. അടുത്ത് വരുന്ന ഡയലോഗ് നോക്കാം. ഈച്ചയെ ആട്ടിപ്പായിക്ക്, ഇതാരാ പറഞ്ഞത്? മുത്തശ്ശി. അടുത്ത ആര് പറഞ്ഞ ഡയലോഗ് ഒന്ന് നോക്കാം. ഈച്ച എൻ്റെ പാത്രത്തിലിരിക്കുന്നു, ഈ ഡയലോഗ് ആരാ പറഞ്ഞത്? സിദ്ധു. നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. അവധി ദിവസമാണ്. സിദ്ധുവും കൂട്ടുകാരും കളിയോട് കളി തന്നെ. ഷോ, വല്ലാത്ത ദാഹം. നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. സിദ്ധു വീട്ടിലേക്കോടി. നാരങ്ങ എടുത്തു മുറിച്ചു. വെള്ളമെടുത്തു. നീ കൈ കഴുകിയോ സിദ്ധു? മുത്തശ്ശി കണ്ടുപിടിച്ചു. അയ്യോ, കൈ കഴുകാൻ മറന്നുപോയി. നീ പാത്രം കഴുകിയോ സിദ്ധു? നാരങ്ങ കഴുകിയോ സിദ്ധു? ഇവിടെ ഒരു ചോദ്യമുണ്ട്. ശുചിത്വ ശീലങ്ങൾ പാലിച്ച് നമുക്ക് ക്ലാസ്സിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ? നാരങ്ങ വെള്ളം ആവശ്യമായ സാധനങ്ങൾ: നാരങ്ങ, തിളപ്പിച്ചാറ്റിയ വെള്ളം, ഉപ്പ്, പഞ്ചസാര, കത്തി, നാരങ്ങ ഞെക്കി. നാരങ്ങ വെള്ളം തയ്യാറാക്കുന്ന വിധം: കൈകൾ വൃത്തിയായി കഴുകിയതിനു ശേഷം നാരങ്ങയും നാരങ്ങ ഞെക്കി ഒഴിക്കേണ്ട പാത്രവും ഒഴിച്ചു കുടിക്കേണ്ട ഗ്ലാസുകളും കഴുകി മാറ്റിവെക്കുന്നു. കൈകൾ വീണ്ടും നന്നായി കഴുകിയ ശേഷം വൃത്തിയുള്ള കത്തി ഉപയോഗിച്ച് നാരങ്ങ മുറിച്ച് അതിലെ കുരുക്കൾ മാറ്റുന്നു. അതിനുശേഷം നാരങ്ങ ഞെക്കിയിൽ നാരങ്ങ വച്ച് നാരങ്ങ നീര് ഞെക്കി അമർത്തി എടുക്കുന്നു. ഇതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ചാറ്റിയ വെള്ളം, ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നാരങ്ങാ വെള്ളം തയ്യാർ. വിലയിരുത്താം. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ചെയ്യേണ്ടവ: ഞാൻ ചെയ്തത്, നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ത് ടിക്കടയാളം കൊടുക്കുക. ഞാൻ ചെയ്യാത്തത് എന്താ? ഇൻറ്റു അടയാളം കൊടുക്കുക. എന്തിൻ്റെയാണ്? നാരങ്ങാ വെള്ളം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതും ചെയ്യാത്തതുമാണ് ഇവിടെ അടയാളങ്ങൾ കൊടുക്കേണ്ടത്. കൈ കഴുകി ആണോ നിങ്ങൾ നാരങ്ങ വെള്ളം പിഴിയുന്നത് എങ്കിൽ എന്ത് ചെയ്യുക? ടിക്കടയാളം കൊടുക്കുക. ഇല്ല എങ്കിൽ ഇൻറ്റു കൊടുക്കുക. നാരങ്ങ കഴുകിയിട്ടാണോ നിങ്ങൾ നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക? ടിക്കടയാളം കൊടുക്കുക. പിന്നെ പാത്രം കഴുകിയോ തിളപ്പിച്ചാറ്റിയ വെള്ളമാണോ നിങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ എന്ത് ചെയ്യുക? അടയാളം കൊടുക്കുക. ഇല്ല എങ്കിൽ ഇൻറ്റു അടയാളം നൽകുക. ഞാൻ ചെയ്യുന്നത് ഞാനിവിടെ വിലയിരുത്താം. നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ഞാൻ കൈ കഴുകാറുണ്ട്. നാരങ്ങ ചിലപ്പോഴേ ഞാൻ കഴുകാറുള്ളൂ. പാത്രം കഴുകാറുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഞാനിനി നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ നാരങ്ങയും കഴുകി തന്നെ ഉപയോഗിക്കും. അടുത്ത പ്രവർത്തനം നോക്കൂ. ഞങ്ങൾ രോഗം പരത്തും. ചിത്രം നോക്കൂ. ഈ ജീവികൾ പരത്തുന്ന രോഗങ്ങൾ കണ്ടെത്തി എഴുതാം. നോക്കൂ. എലി പരത്തുന്ന രോഗമേതാ? എലിപ്പനി. അടുത്ത് ഈച്ച പരത്തുന്ന രോഗമേതാ? കോളറ. കൊതുക് പരത്തുന്ന രോഗമേതാ? മന്ത്. വവ്വാല് പരത്തുന്ന രോഗമേതാ? നിബ. നമുക്കിനി ഈ രോഗങ്ങൾ ഓരോന്നും മനസ്സിലാക്കാം. ആദ്യം മന്ത്. കൊതുകുകൾ പരത്തുന്ന ഒരു രോഗമാണ് മന്ത്. ശരീരഭാഗങ്ങൾ വീർത്തു വലുതാകുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. കാലുകളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. കാലുകൾ വീർത്തുപൊട്ടി വ്രണങ്ങൾ ഉണ്ടാവുകയും രോഗികൾക്ക് വലിയ വേദനയും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. അടുത്ത നമുക്ക് കോളറ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഈച്ചകൾ പരത്തുന്ന ഒരു രോഗമാണ് കോളറ. വയറിളക്കവും ഛർദിയും രോഗലക്ഷണങ്ങൾ. മലിനമായ വെള്ളം, ഭക്ഷണം തുടങ്ങിയവയുടെ ഉപയോഗമാണ് രോഗകാരണം. തുറസായ സ്ഥലത്തെ മലവിസർജനം ഈ രോഗം പടരുന്നതിന് സാഹചര്യം ഉണ്ടാക്കും. തിളപ്പിച്ചാറിയ വെള്ളവും അടച്ചുവെച്ച ഭക്ഷണവും ഉപയോഗിച്ചാൽ നമുക്ക് ഈ രോഗത്തെ തടയാൻ കഴിയും. അടുത്ത് നമുക്ക് എലിപ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാം. എലി പരത്തുന്ന രോഗമാണ് എലിപ്പനി.
എലിയുടെ മൂത്രം കലർന്ന വെള്ളത്തിലോ ചെളിയിലോ മണ്ണിലോ ചെരുപ്പിടാതെ നടക്കുകയോ മുറിവുകളുള്ള ഭാഗങ്ങൾ സമ്പർക്കത്തിൽ വരികയോ ചെയ്യുമ്പോൾ ഈ രോഗം പകരുന്നു. അടുത്ത് നമുക്ക് നിപയെക്കുറിച്ച് മനസ്സിലാക്കാം. വവ്വാലുകൾ പരത്തുന്ന രോഗമാണ് നിപ. വവ്വാലുകൾ കടിച്ച പഴങ്ങൾ കടിക്കുന്നതിലൂടെ വവ്വാലിൻ്റെ ഉമിനീർ, വിസർജ്യം, മൂത്രം എന്നിവ കലർന്ന വസ്തുക്കൾ വഴി ഈ രോഗം പകരുന്നു. അടുത്ത പ്രവർത്തനം നോക്കൂ. അടുക്കള സന്ദർശിക്കാം. സിദ്ധുവും കൂട്ടുകാരും സ്കൂളിലെ അടുക്കള സന്ദർശനത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ സൂചകങ്ങൾ നോക്കൂ. ഈ സൂചകങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ സ്കൂളിലെ അടുക്കള സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കൂ. എന്തൊക്കെയാണ് സൂചകങ്ങൾ? ഒന്നാമത്തെ എന്താ? അടുക്കളയും പരിസരവും വൃത്തിയുള്ളതാണ്. 2, അരിയും മറ്റു സാധനങ്ങളും ശരിയായി അടച്ചു വെച്ചിട്ടുണ്ട്. 3, പാചകത്തിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയായി കഴുകുന്നുണ്ട്. 4, അരിയും പച്ചക്കറികളും മറ്റും പാചകത്തിന് മുമ്പ് ശരിയായ രീതിയിൽ കഴുകുന്നുണ്ട്. അടുത്ത് വരുന്നത് ശുദ്ധമായ വെള്ളമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്. അടുത്ത് വരുന്ന സൂചകം പാചകം ചെയ്ത സാധനങ്ങൾ ശരിയായി അടച്ചു വച്ചിട്ടുണ്ട്. അടുത്ത് വരുന്ന സൂചകം അടുക്കളയിലെ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നുണ്ട്. അടുത്ത് വരുന്ന സൂചകം പാചകക്കാർ ഏപ്രണും തലയിൽ തൊപ്പിയും ധരിച്ചിട്ടുണ്ട്. അടുത്ത് വരുന്ന സൂചകം പാചകക്കാർ വ്യക്തി ശുചിത്വം പാലിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ അടുക്കള സന്ദർശിച്ചതിന് ശേഷം ഇവിടെ നൽകിയിട്ടുള്ള സൂചകങ്ങൾ ശരിയാണെങ്കിൽ എന്ത് ചെയ്യുക? എല്ലാം ശരിയായിട്ടാണെങ്കിൽ വലത് സൈഡിൽ ടിക്ക് മാർക്ക് നൽകുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻറ്റു മാർക്ക് ചെയ്യുക. താഴെ ചോദ്യമുണ്ട് നോക്കൂ. അടുക്കള സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചല്ലോ. നിങ്ങൾ ഈ സൂചകങ്ങൾ വച്ചിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ സൂചകങ്ങൾ വച്ചിട്ട് വിവരങ്ങൾ ശേഖരിച്ചല്ലോ. കണ്ടെത്തിയ കാര്യങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. കണ്ടെത്തിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. ഗഡ് മാസ്റ്റർക്ക് നൽകാൻ ഒരു കത്ത് തയ്യാറാക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഗഡ് മാസ്റ്റർക്ക് നൽകാൻ വേണ്ടി ഒരു കത്ത് തയ്യാറാക്കണം. കത്ത് എഴുതുമ്പോൾ ആദ്യം തീയതിയും സ്ഥലപ്പേരും എഴുതുക. പിന്നെ എന്ത് എഴുതണം? ബഹുമാനപ്പെട്ട ഗഡ് മാസ്റ്റർ അറിയുന്നതിന് എന്ന് എഴുതിയിട്ട് ഒരു കോമ കൊടുക്കുക. പിന്നെ എന്ത് എഴുതാം? ഞങ്ങൾ 2ാം ക്ലാസ്സിലെ കുട്ടികളാണ്. ഇന്ന് സ്കൂൾ അടുക്കള സന്ദർശിച്ചപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങളും വിളമ്പുന്ന സ്ഥലവും വേണ്ടത്ര വൃത്തിയുള്ളതല്ല എന്ന് ഞാനും എൻ്റെ കൂട്ടുകാരും ശ്രദ്ധിച്ചിട്ടുണ്ട്. വിളമ്പുന്ന സമയത്ത് കൈകൾ ശരിയായി കഴുകാത്തതും പാചകപ്പുരയിലെ അഴുക്കും ഞങ്ങൾക്ക് അസുഖങ്ങൾ വരുമോ എന്ന് പേടിയുണ്ടാക്കുന്നു. ഞങ്ങൾക്ക് വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഭക്ഷണം ലഭിക്കാൻ സാർ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത്രയും എഴുതിയതിന് ശേഷം വലത് സൈഡായിട്ട് എഴുതാം. വിശ്വസ്തയോടെ 2ാം ക്ലാസ്സിലെ കുട്ടികൾ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് എഴുതേണ്ടത്. മിക്ക സ്കൂളുകളും ഇപ്പോൾ പാചകപ്പുരയെല്ലാം വൃത്തിയുള്ളതായിരിക്കും. വൃത്തിയുള്ളതായിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം കത്തെഴുതാൻ. അടുത്ത പേജിൽ വരുന്നത് ടെലിവിഷനിൽ വാർത്ത വായിക്കാം. ഒരു ടെലിവിഷൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ന്യൂസ് വായിക്കുകയാണ്. അതിൻ്റെ ഹെഡ്ലൈൻ എന്താണ്? പ്രധാന വാർത്തകൾ. പനി പടരുന്നു. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഞ്ജരി. മഴക്കാലം തുടങ്ങിയതോടെ രോഗങ്ങളും വരവായി. പനിയും ഛർദിയും വയറിളക്കവും ബാധിച്ച് 100 കണക്കിന് ആളുകളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. എലിയും ഈച്ചയും കൊതുകും പെരുകിയതാണ് രോഗകാരണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പരിസര ശുചീകരണത്തിനായി എല്ലാ ഞായറാഴ്ചയും ഡ്രൈ ഡേ ആചരിക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടു. പത്രവാർത്തകൾ വായിക്കാം. ഭക്ഷ്യ വിഷബാധ 4 പേർ ആശുപത്രിയിൽ. ഹോട്ടലുകളിൽ പരിശോധന. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. പത്രവാർത്തകൾ വായിച്ചല്ലോ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രശ്നങ്ങളാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്? ഹോട്ടലുകളിൽ വിതരണം ചെയ്ത പഴകിയ ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടായതിനെക്കുറിച്ചാണ് പത്രവാർത്ത. ഹോട്ടൽ ഭക്ഷണം കഴിയുന്നത്ര ഒഴിവാക്കി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം. പഴകിയ ഭക്ഷണം കഴിയുന്നത്ര ഒഴിവാക്കണം. ചൂടോടുകൂടി ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത് എന്താ എഴുതിയിരിക്കുന്നത്? കൂടുതൽ വാർത്തകൾ കണ്ടെത്തി എഴുതാം. എന്തെഴുതാം? ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധ. കോളേജ് വിദ്യാർത്ഥികൾ ചികിത്സയിൽ. അടുത്തെഴുതാം. കുഴിമന്തി കഴിച്ച 19 പേർക്ക് ഭക്ഷ്യവിഷബാധ. ശുചിത്വ സന്ദേശ റാലി. സിദ്ധുവിൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാം ചേർന്ന് ശുചിത്വ സന്ദേശ റാലി നടത്താൻ ഒരുങ്ങുകയാണ്. സന്ദേശവാക്യങ്ങൾ ഉള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കണം. എന്തൊക്കെ വാക്യങ്ങളാണ് എഴുതേണ്ടത്?
ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? ഭക്ഷണം വലിച്ചെറിയരുത്. വൃത്തിയുള്ള ആകാരം ആരോഗ്യത്തിന് ആധാരം. അടുത്തെന്ത് എഴുതാം? കൈകൾ കഴുകി ഭക്ഷണം കഴിക്കാം, രോഗങ്ങളെ അകറ്റാം എന്നെഴുതാം. അടുത്തെഴുതാം വൃത്തിയുള്ള പാചകപ്പുര ആരോഗ്യമുള്ള വിദ്യാലയം എന്നെഴുതാം. അടുത്തെഴുതാം എൻ്റെ സ്കൂൾ വൃത്തിയുള്ള സ്കൂൾ. അടുത്തെഴുതാം മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, ചപ്പുചവറുകൾ കൊട്ടയിലിടൂ. നിങ്ങൾ നടത്തുന്ന ശുചിത്വ സന്ദേശ റാലി എല്ലാവരെയും അറിയിക്കാൻ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ പതിക്കുന്നതിനായി ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. പോസ്റ്റർ മാതൃകയാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താ? ഗവൺമെൻറ് LP സ്കൂൾ കണ്ണാടിക്കുളം. അവിടെ പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? 2026 ജനുവരി 27 വൈകുന്നേരം 3 മണിക്ക് സ്കൂളിൽ നിന്നും ആരംഭിച്ച് കണ്ണാടിക്കുളം വായനശാല വരെയാണ് ശുചിത്വ സന്ദേശ റാലി അല്ലേ? അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സമാപന ചടങ്ങിൽ ഹരിതകർമ്മ സേനയുടെ ചേച്ചിമാരെ ആദരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. അടുത്ത് വരുന്നത് പാട്ടാണ്. പാടാം, രസിക്കാം, കുട്ടികളല്ലേ ചന്തങ്ങൾ. പാവക്കുട്ടി ചെളിയിൽ വീണു തിന്തക തെയ്തക തെയ്താരം. ഓടിച്ചെന്നു വാരിയെടുത്തു കഴുകിയുണക്കി കുഞ്ഞൂട്ടൻ. പാലുകൊടുത്ത് പാടിയുറക്കാൻ മാറിൽ ചേർക്കും നേരത്ത് കുതറിച്ചാടി പാവക്കുട്ടി ചെളിയാക്കരുതേ കുഞ്ഞൂട്ട. കയ്യിൽ കാലിൽ ചെളിയുണ്ട്, നഖത്തിനുള്ളിൽ ചെളിയുണ്ട്, മേലാകെ ചെളിയാണല്ലോ, ഇന്നു കുളിച്ചിട്ടില്ലേ നീ, അയ്യേ കഷ്ടം കുഞ്ഞൂട്ട, കുട്ടികളല്ലേ ചന്തങ്ങൾ. ഈ പാട്ടിന് ഈണം കണ്ടെത്തി ചൊല്ലി നോക്കണേ. ഈ പാട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കിയാലോ? ആരാണ് ചെളിയിൽ വീണത്? പാവക്കുട്ടി അല്ലേ? ചെളിയിൽ വീണ പാവക്കുട്ടിയെ കുഞ്ഞൂട്ടൻ എന്താണ് ചെയ്തത്? കഴുകി ഉണക്കി അല്ലേ? കുതറിച്ചാടിയ പാവക്കുട്ടി കുഞ്ഞൂട്ടനോട് എന്താണ് പറഞ്ഞത്? ചെളിയാക്കരുതേ കുഞ്ഞൂട്ട എന്നാണ് പറഞ്ഞത്. പാഠഭാഗത്ത് തന്നിട്ടുള്ള ചോദ്യം നോക്കൂ. മാറിൽ ചേർക്കുന്ന നേരത്ത് പാവക്കുട്ടി കുതറിച്ചാടിയത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? കുഞ്ഞൂട്ടൻ്റെ കയ്യിലും കാലിലും നഖത്തിനുള്ളിലുമെല്ലാം ചെളിയുണ്ടായിരുന്നു. അത് പാവക്കുട്ടി കണ്ടു. തൻ്റെ വൃത്തിയുള്ള ദേഹത്ത് ചെളി പറ്റുമല്ലോ എന്നോർത്താണ് പാവക്കുട്ടി കുതറിച്ചാടിയത്. ഇതോടുകൂടി ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോവരുതേ. ലൈക്കും കമൻറ്റും ഹൈപ്പും ചെയ്യണേ. വീണ്ടും കാണാം.